ഞാൻ മിസോറാം ഗവർണറായിരുന്നപ്പോൾ മിസോറാം ഹൗസിൽ താമസിച്ച് പ്രധാനമന്ത്രി ആദ്യമായി കാണാനുള്ള ഒരവസരം 3 യാക്കോബ സഭയുടെയും മറ്റ് 3 സഭയുടെ പ്രതികൾ ഉൾപ്പെടെ 6 പേര് എൻ്റെ ആത്മാർത്ഥമായ ശ്രമത്തിൽ എനിക്കൊരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. വളരെ വിദ്വേഷജനകമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. പക്ഷേ അവരെ ഒന്നിച്ചിരുത്തി, 2 ഭാഗത്തുമുള്ളവർ ഒന്നിച്ചിരുത്തി അവർക്ക് മിസോറാം ഹൗസിൽ വെച്ച് ഭക്ഷണം കഴിക്കാനും ഒരുപാട് നല്ല അന്തരീക്ഷം ഉണ്ടാക്കാനും സാധിച്ചിരുന്നു. പിന്നെ നടന്ന എന്തെന്നുള്ളത് പറയുന്നത് ശരിയല്ല, അതൊക്കെ പറഞ്ഞാൽ വാർത്തകളാകും, അതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഒരുപക്ഷെ ഈ സഭയിൽ നിന്ന് പോയ മറ്റൊരു ഭാഗത്തേക്ക് മാറിയ ആളുകളുടെ നിർബന്ധ ബുദ്ധി കൊണ്ടാകാം. കാരണം അതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സിലേക്ക് ഞാൻ പോയപ്പോൾ അവർ 3 പേരുമാണ് പറഞ്ഞത്. അപ്പം തന്നെ എനിക്ക് തോന്നി അവർ വളരെ വാശിയുള്ള കടുംപിടുത്തമുള്ളവരാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകേണ്ടി വന്നു. ആ ശ്രമത്തിലൊക്കെ വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൊരുൾ അത് സ്നേഹമാണ്, ദയയാണ്, ദൈവത്തിന് വേണ്ടിയുള്ള സമർപ്പണമാണ് എന്നൊക്കെ കരുതി ഉള്ള ഒരു അന്യമതത്തിൽപ്പെട്ട ആളായ ഞാൻ, എനിക്ക് തോന്നി കുറെ കൂടി ഈശ്വര ചിന്തകൾ അന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും ഈ 2 കൂട്ടരുമല്ലാതെ ഞാൻ മാത്രമാണ് അതിൽ പങ്കെടുത്ത ഒരാള്. എനിക്ക് ഓർക്കുന്നു, ഇന്നും എനിക്ക് പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. എങ്ങനെ പോകുമെന്നൊരു ഗവർണർക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ശ്രേഷ്ഠ കാതലിക്ക ബാബയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വെല്ലുവിളികളെ അവസരമാക്കി മാറ്റാനുള്ള കഴിവ് സർവശക്തൻ നൽകിയിട്ടുണ്ടെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് എല്ലാം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള പ്രത്യാശയുടെ ഭാഗത്ത് നിൽക്കാനാണ് എനിക്കേറെ താല്പര്യം. ഗവർണർ ശ്രീധരൻപിള്ള പറഞ്ഞത് കേട്ടല്ലോ. ശ്രീധരൻപിള്ള ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു. അദ്ദേഹം ഇനി എത്ര ഓർത്തഡോക്സ് പള്ളിയിൽ വന്ന് പ്രസംഗിച്ചാലും, ദേവലോകത്ത് വന്ന് ധ്യാനം കൂടിയാലും ശ്രീധരൻപിള്ള തനി രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. ഒരു രാഷ്ട്രീയക്കാരന് പ്രത്യേകിച്ച് ആരോടും ഒരു കൂറോ നന്ദിയോ കടപ്പാടോ ഇല്ല. ഇത് പറയുമ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വരുന്നു. മുൻപ് കേരളത്തിലെ ഒരു മന്ത്രി, കൃത്യമായി പറഞ്ഞാൽ അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ ഒരു ഇടതുമുന്നണിയിലെ ഒരു മന്ത്രി, അദ്ദേഹത്തെ കാണാൻ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ വികാരിയായ വൈദികൻ ഒരാവശ്യമായി ചെന്നു. ആ വൈദികന്റെ സ്വന്തം കാര്യമല്ലായിരുന്നു, മുൻപ് ഇരുന്ന ഇടവകയിലെ ഒരംഗത്തിന്റെ കാര്യമായിരുന്നു. അതും ആ മന്ത്രിയുടെ വകുപ്പിലെ ഒരു നിസ്സാര കാര്യം. വികാരിയെ വൈകാരികമായി തന്നെ മന്ത്രി സ്വീകരിച്ചു. കോഫി ഹൗസിൽ നിന്നും ചായയും വടയും ഒക്കെ വരുത്തി വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഒടുവിൽ വന്ന കാര്യം പറഞ്ഞു. പോകാനായി എഴുന്നേറ്റപ്പോൾ മന്ത്രി ആ വികാരിയുടെ മുഖത്ത് പോലും നോക്കാതെ പറഞ്ഞു, ഇത് നടക്കില്ല ചോ. ആ വൈദികൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. പുറത്തു വന്നപ്പോൾ സെക്രട്ടേറിയറ്റിൽ വെച്ച് എന്നെ കണ്ടു. ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു. എന്താണ് ചോ ഈ വഴിക്കൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നടന്ന സംഭവം എന്നോട് പറഞ്ഞു. എന്നിട്ടൊരു വാക്കും കൂടി പറഞ്ഞു, ഉടുക്കുന്ന മുണ്ടിനെ പോലും അയാൾക്ക് വിശ്വാസമില്ലെന്ന്. അത് ശരിയാ, ആ മുണ്ട് എപ്പോഴാ അഴിഞ്ഞു വീഴുന്നതെന്ന് പറയാൻ പറ്റില്ലോ എന്ന് തമാശ രൂപേണ ഞാനും മറുപടി പറഞ്ഞു. ഒടുവിൽ ഞാൻ അച്ഛനെയും കൂട്ടി ആ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനെ പോയി കണ്ടു. കാര്യം നിസ്സാരമായി സാധിച്ചു. ഒരു മന്ത്രിയുടെയും ശുപാർശയില്ലാതെ ആ ഉദ്യോഗസ്ഥൻ കാര്യം നടത്തിക്കൊടുത്തു. പിന്നീട് എങ്ങനെയോ മന്ത്രി അതറിഞ്ഞു, ആ കാര്യം സാധിച്ചു എന്ന്. പിറ്റേ ആഴ്ച മന്ത്രി ആ വൈദികനെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, അച്ചോ ആ കാര്യം അങ്ങ് നടത്തിക്കൊടുത്തിട്ടുണ്ട് എന്ന്. അത് കേട്ട വൈദികൻ അന്താളിച്ചു നിന്നുപോയി. ഇതാണ് രാഷ്ട്രീയക്കാരൻ. ഗവർണർ ശ്രീധരൻപിള്ള ഒരു രാഷ്ട്രീയക്കാരനാണെന്ന നിലയിൽ ചെയ്തതും പറഞ്ഞതും തെറ്റാണെന്ന് ഞാൻ പറയില്ല. എവിടെ 2 വോട്ട് ലഭിക്കുവാൻ സാധ്യതയുണ്ടോ അവിടെ ചെലവാകുന്നത് എന്തോ അത് തന്നെ വിളമ്പിക്കൊടുത്ത് കയ്യടി നേടി. അതാണ് രാഷ്ട്രീയ തന്ത്രം. ശ്രേഷ്ഠ ജോസഫ് മഫ്രിയാന കഴിഞ്ഞ ദിവസം നോമ്പിൽ അദ്ദേഹത്തിനെതിരെ ഓർത്തഡോക്സ് വിശ്വാസികൾ കേസ് കൊടുത്തതിനെ കുറിച്ച് മണർകാട് പള്ളിയിൽ വിശുദ്ധ കുർബാന മധ്യയെ വളരെ വൈകാരികമായി വിമർശിക്കുന്നത് കേട്ടു. ആ വിമർശനം നടത്തിയ നാവ് അകത്തേക്കിട്ടില്ല. പാത്രിയാർക്കീസ് സ്നാനായക്കാർക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അതിന് ശ്രേഷ്ഠൻ ഒരു മോശവും തോന്നിയതുമില്ല. അതുപോട്ടെ, ചെളി കാണുമ്പോൾ ചവിട്ടുകയും വെള്ളം കാണുമ്പോൾ കഴിയുകയും ചെയ്യുന്ന ഏർപ്പാടാണല്ലോ ശ്രേഷ്ഠന്റേത്.
ശ്രീധരൻപിള്ള ഒരു BJP നേതാവായിട്ടല്ല ഓർത്തഡോക്സ് സഭ പല വേദികളിലും അങ്ങയെ പങ്കെടുപ്പിച്ചത്. അങ്ങൊരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആയതുകൊണ്ടാണ്. സഭയുടെ പല വേദികളിലും വന്നപ്പോൾ അങ്ങയുടെ വാക്കുകൾക്ക് ഈ സ്വരമല്ലായിരുന്നു, വേറെ സ്വരമായിരുന്നു. പിന്നെ ചരിത്രം അത് പഠിച്ചു വേണം അങ്ങ് പറയാൻ. വെറുതെ പറഞ്ഞാൽ ശുദ്ധ അബദ്ധമായി പോകും. ഓർത്തഡോക്സ് സഭ യാക്കോബായിൽ നിന്ന് വിഘടിച്ചു പോയവരാണെന്ന് പറയാൻ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ അല്പമായെങ്കിലും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സാധിക്കും? അങ്ങൊരു വക്കീൽ കൂടിയല്ലേ, നിയമത്തെയും കോടതിയെയും ബഹുമാനിക്കുന്ന വിശ്വസിക്കുന്ന അഭിഭാഷകൻ. ഏതാണ് മലങ്കര സഭയെന്ന് അസന്നിഗ്ധമായി കണ്ടെത്തി വിധി പുറപ്പെടുവിച്ച ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ വിലയെങ്കിലും അങ്ങ് മനസ്സിലാക്കിയിരിക്കണം. 958 ഉണ്ടായ വിധി അങ്ങേക്കറിയാമോ? 95 വിധി അറിയാമോ? 2002 ഇവിടെ സുപ്രീം കോടതി നിയമിച്ച ജസ്റ്റിസ് മളിമഠ് കമ്മീഷന്റെ കണ്ടെത്തലുകൾ അറിയാമോ? ഒരു സീനിയർ അഭിഭാഷകൻ എന്ന നിലയിൽ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അങ്ങേക്ക് വരുന്ന കേസുകളെങ്കിലും പഠിക്കാൻ ഉപകാരമാകും. ഗവർണർ സ്ഥാനം കഴിഞ്ഞാലും കോടതിയിലെങ്കിലും പോയി സമയം ചെലവഴിക്കേണ്ടതല്ലേ? സുപ്രീം കോടതിയെ അങ്ങ് മാനിക്കുന്നുണ്ടെങ്കിൽ ആ കോടതി പറഞ്ഞ വിധിയും താങ്കൾ മാനിക്കണം. പാരലൽ ഭരണം പാടില്ലെന്ന് പറഞ്ഞത് ഏത് വിഭാഗത്തിനോടാണെന്ന് അങ്ങ് മനസ്സിലാക്കണം. മലങ്കര മെത്രാപ്പോലിത്ത ഏതാണെന്ന് വ്യക്തമായി കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അങ്ങ് പറഞ്ഞു ഓർത്തഡോക്സുകാർ കടുംപിടുത്തക്കാരാണെന്ന്. സുപ്രീം കോടതിക്ക് പുറത്ത് ക്രിസ്തീയമായി ഈ പ്രശ്നം തീർത്തൂടെ എന്ന് അങ്ങ് ചോദിച്ചപ്പോൾ ആഹാമെന്നായിരുന്നു അന്ന് കോടതിയിൽ ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. കോടതി അത് തന്നെയാ ചോദിച്ചതെന്ന്. അപ്പോൾ അത് വേണ്ട, ഞങ്ങൾക്ക് കോടതിയിലാണ് വിശ്വാസം എന്ന് പറഞ്ഞവരാ അങ്ങേക്ക് ഇന്നലെ വേദിയിൽ അവസരം തന്നവർ. മറ്റൊന്ന്, ഓർത്തഡോക്സർ അല്പം ഒന്ന് വിട്ടുവീഴ്ച ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നമെന്ന് അങ്ങ് പറയുന്നത് കേട്ടു. വളരെ ശരിയാണ്. 70 ക്ഷമിച്ചവരാണ് ഓർത്തഡോക്സുകാർ. അതിനുള്ള തെളിവൊക്കെ ഒതുക്കത്തിൽ ശ്രേഷ്ഠ മഫ്രിയാനയോട് ചോദിച്ചാൽ അദ്ദേഹം തന്നെ പറഞ്ഞു തരും. പിന്നെ ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തോട് ഒന്ന് പറയാനുണ്ട്. ഇവരെ പോലുള്ള രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോയി സമൂഹത്തിൽ അപകാസ്യരാകരുത്, സഭയെ നാണം കെടുത്തരുത്. മാത്യൂസ് പ്രഥമൻ ബാവായും ദ്വിതീയൻ ബാവായും ഒക്കെ രാഷ്ട്രീയക്കാർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ച് തലയുയർത്തിയേ നിന്നിട്ടുള്ളൂ. അതാണ് ഞങ്ങൾ വിശ്വാസികൾക്ക് അഭിമാനവും. ഒരു രാഷ്ട്രീയക്കാരനെ നമ്പാൻ കൊള്ളുന്നവരല്ലെന്ന് ഇനിയെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇവരെയൊക്കെ അവരുടെ സമയവും കാലവും ഒക്കെ നോക്കി പള്ളിയുടെയും സഭയുടെയും ഒക്കെ പ്രോഗ്രാമുകൾ ക്രമീകരിച്ച് കെട്ടി എഴുന്നള്ളിച്ച് വേദിയിൽ കൊണ്ടിരുത്തുന്ന സഭാസ്ഥാനികളെ നിങ്ങളെ ഓർക്കുമ്പോൾ പുച്ഛം തോന്നുന്നു. ഇവരെ പോലുള്ള തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ തിണ്ണനിറങ്ങാൻ വരുന്നവരെ ഒറ്റയൊരെണ്ണത്തിനെയും അടുപ്പിക്കാതെ ദൂരെ മാറ്റി നിർത്തണം. ഇവരെ കൊണ്ട് സഭയ്ക്കുള്ള പ്രയോജനം എന്താണെന്ന് കാലം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ദൈവത്തിന്റെ ബലത്തിലാണ് ഓർത്തഡോക്സ് സഭ ഇന്ന് വരെ നിലനിർത്തുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ബാക്കി എല്ലാവരും തിന്മയുടെ ഭാഗത്ത് കൂട്ടം കൂടും. അതാണല്ലോ യേശുവിനെ വിധിച്ചപ്പോഴും സംഭവിച്ചത്. തിന്മയുടെ ശക്തികളെല്ലാം ഒത്തുകൂടി അവനെ ക്രൂശിച്ചു. അവൻ തീർന്നു എന്ന് ആശ്വസിച്ചു. പക്ഷേ 3-ാം ദിനം അവൻ ഉയർത്തെഴുന്നേറ്റു. അതുപോലെ മലങ്കര സഭയും ഉയർത്തെഴുന്നേൽക്കും. ഒരു രാഷ്ട്രീയക്കാരന്റെയും മൂട് താങ്ങണ്ട. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് മൂട് താങ്ങിയോ ആസനം താങ്ങിയോ ചെയ്തോ ഒരു കുഴപ്പമില്ല. അത് പക്ഷേ സഭയുടെ പേരിലായിരിക്കരുത്. സഭയെ നാണം കെടുത്തരുത്. നമ്മുടെ ശക്തി നമ്മൾ തന്നെ മറക്കുന്നതാണ് നമ്മുടെ കുഴപ്പം. ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.